നമ്മുടെ നാട്ടിലാണ് അമ്മയെ കൊന്നു കഴിഞ്ഞിട്ട് ഒരു മകൻ പറഞ്ഞത്, എന്നെ പ്രസവിച്ചതിനുള്ള കൂലിയാണ് നിങ്ങളുടെ മരണമെന്ന്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിന് അങ്ങനെ പറയാൻ സാധിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കണം. ഒരിക്കലുമില്ല. മനുഷ്യരുടെ ചിന്തകൾക്ക് അതീതമാണ് അത്തരത്തിലുള്ള ഒരു പറച്ചിൽ തന്നെ. അങ്ങനെ ഒരു പറച്ചിലേക്ക് എത്തിയിട്ടുള്ളത് ലഹരിയാണ്. ലഹരി നമ്മുടെ പുതിയ തലമുറയെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കണ്ടു. സ്വന്തം പ്രണയിനിയെ, സഹോദരനെ, അമ്മയെ, അച്ഛനെ, അച്ഛമ്മയെ തുടങ്ങിയ ആളുകളെയൊക്കെ ക്രൂരമായി കൊല്ലുന്ന രീതിയിലേക്ക് നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് ലഹരി നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെയധികം ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമാണ്. നമുക്കറിയാം, ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതുതലമുറയെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് സംഘടനകളും മീഡിയകളും ഒക്കെ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാക്ബത്തിനെ സംബന്ധിച്ചിടത്തോളം മാക്ബത്ത് പബ്ലിക്കേഷൻ, മാക്ബത്ത് മീഡിയയ്ക്ക് വായനയാണ് ലഹരി. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത്. പുതുതലമുറയെ വായനയുടെ ലഹരിയിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ഇതാ ഒരുമിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മാക്ബത്ത് ഇവിടെ തുടങ്ങി വെക്കുകയാണ്. വായനാ ദിനത്തിന്റെ ഭാഗമായി വായന ലഹരിയാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി കോഴിക്കോട് കുന്നമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഈ പ്രാവശ്യം മാക്ബത്ത് പബ്ലിക്കേഷൻ വായനാ ദിനം ആചരിച്ചു. ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിലും മാക്ബത്ത് മീഡിയ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. ഈ പുതിയ കാലത്തോട് നമ്മൾ ഓരോരുത്തരും വിളിച്ചു പറയേണ്ടതുണ്ട്. മനുഷ്യരോടുള്ള സ്നേഹമാണ് നമുക്ക് ലഹരിയാകേണ്ടത്. അതുപോലെ അക്ഷരങ്ങളോട്, വായനയോടാണ് നമുക്ക് ലഹരി ഉണ്ടാകേണ്ടത് എന്ന് വിളിച്ചു പറയേണ്ടതുണ്ട്. മറ്റു തരത്തിലുള്ള ലഹരി അത് മനുഷ്യനെ സാധാരണ ചിന്താ രീതിയിൽ നിന്ന് വ്യതിചലിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ ക്രൂരമായി കൊല്ലുന്ന മറ്റു തരത്തിലുള്ള എല്ലാ ലഹരികളും മാറ്റിവെക്കാൻ ഈ പുതുതലമുറയ്ക്കൊപ്പം നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ടതുണ്ട്. അതിനൊപ്പം മാക്ബത്ത് മീഡിയ മുന്നോട്ട് വരുന്നു.